ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ചായക്കടിയാണ്, നല്ല മധുരത്തിലുള്ളൊരു ചായക്കടി. അപ്പോൾ ഇത് ഈത്തപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും പറ്റിയൊരു ചായക്കുള്ളൊരു കടിയാണ് കേട്ടോ. ഇത് നമുക്ക് മധുരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ ഇതാ ഈത്തപ്പഴം ഒരു അരക്കപ്പോളം ഞാൻ കുരു കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ, അരക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഒന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് എടുക്കണേ. ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ അതാ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു കപ്പ് മൈദയും പിന്നെ ഒരു മുട്ടയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡേറ്റ്സ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ, തരിപ്പൊന്നും ഇല്ലാണ്ട് കിട്ടണേ. അപ്പോൾ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ ഇത് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മിക്സ് വേണ്ടത്, നല്ല ലൂസായിട്ടുള്ള. എന്നിതാ പാന് ചൂടാക്കാൻ വെക്കുക. ചൂടാകുമ്പോൾ നമുക്കിത് സാധാരണ ദോശ ചൂടുന്ന പോലെ ചുട്ടെടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ചുട്ടെടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഗീ തന്നെ ചേർക്കാൻ നോക്കണേ, അല്ലെങ്കിൽ ബട്ടർ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഡേറ്റ്സിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മധുരം ഞാൻ ചേർക്കുന്നില്ലേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, വീണ്ടും തിരിച്ചിട്ടിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ദോശ പോലെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ റോൾ ചെയ്തിട്ട് അങ്ങ് എടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും ഷേപ്പിലാക്കിയിട്ടും നമുക്ക് കൊടുക്കട്ടോ. അപ്പോൾ നല്ല മധുരമൊന്നും കൂട്ടണമെന്നില്ല, നല്ല ടേസ്റ്റില്ല. നമ്മൾ പാൻ കേക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലൊരു ദോശയാണ്. ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് പാൻ കേക്ക് ആയിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും